മിനിസ്ട്രീസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പുനരുത്ഥാനം എന്നുള്ളതും 1 കൊരിന്ത്യർ 15 നിന്ന് ഉള്ള പൗലോസ് അത് സമർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. നിങ്ങളത് വാച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് അതൊന്ന് വാച്ച് ചെയ്തിട്ട് തുടർന്ന് കേൾക്കണം. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുന്ന തിരുവെഴുത്തുകളും അതുപോലെ ഉയർപ്പിൻ്റെ സാക്ഷികളെയും എല്ലാം കാണിച്ചുകൊണ്ട് ആണ് അത് പൗലോസ് പ്രൂവ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം നമ്മൾ ചിന്തിച്ച ക്രിസ്തു നിദ്ര കൊണ്ടുവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. ഈ ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിൻ്റെ പുറകിലുള്ള നിരയിലാണ് നമ്മൾ വരുന്നത്. അതിനകത്ത് ഓരോരുത്തരും താൻ്റെ നിലയിലത്രേ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അതിന് ഈ നിര എന്ന് പറയുന്നത് ശരിക്കും ഒരു റാങ്കിനെ കാണിക്കുകയാണ്. ഒരു റാങ്ക് ഓരോരുത്തരും താൻ്റെ നിലയിലെന്നുള്ളത്. അന്നേരം ഈ പിന്നീട് ആരാണ് അതിൻ്റെ പുറകിൽ വരുന്നത് വെച്ചാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് വരുന്നത്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുകയില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ കർത്താവുമായിട്ട് ചേർന്ന് വസിക്കുന്ന അനുഭവത്തിലുള്ളവരാണ് അടുത്ത നിരയിലുള്ളത്. അത് ക്രിസ്തുവിനുള്ളവർക്ക് ഒരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്, അല്ലാതെ ഒരു സ്റ്റൈലും സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ട്. അല്ലാതെ തോന്നിയ പോലെ ഇരിക്കുകയല്ല. ക്രിസ്തുവിനുള്ളവർക്ക് അവരുമായിട്ട് സ്റ്റാൻഡേർഡുണ്ട്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേ അവരുടെ സ്റ്റൈലും സ്റ്റാൻഡേർഡും ഒക്കെ മാറി. വേറൊരു രീതിയിൽ പറഞ്ഞാൽ അവർ പൗരത്വ സ്വർഗത്തിലാണ്. ഇപ്പം നിങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം ഉണ്ട് എന്നിരിക്കട്ടെ. അമേരിക്കയിലുള്ള റൂളും റെഗുലേഷനും നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവർ പിടിച്ചകത്തിടും. ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യയിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. അന്നേരം നമ്മൾ വണ്ടി ഓടിക്കുമ്പം റൈറ്റ് ഹാൻഡ് ഡ്രൈവായിട്ട് ഇവിടെ ഓടിക്കുന്നത്, അമേരിക്കയിൽ ചെന്നിട്ട് റൈറ്റ് ഹാൻഡ് ഡ്രൈവായിട്ട് നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവിടുത്തെ റൂൾ വ്യത്യാസമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതുപോലെ സ്വർഗീയ പൗരത്വം ഉണ്ടെങ്കിൽ ആ സ്വർഗീയ സ്റ്റൈലിലായിരിക്കണം നിങ്ങൾ ഇവിടെ ഈ ലോകത്തിൽ പോലും ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ അല്ലെങ്കിൽ അടുത്ത പുനരുത്ഥാനത്തിൽ അവർ പാർട്ടേക്ക് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അതെന്താണ് അവൻ്റെ വരവിങ്കൽ എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യേശുവിനെ അനുകരിക്കുന്നവർ ആയിരിക്കും എന്നുള്ള ഒരു വാക്യം ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അത് പ്രത്യേകിച്ചൊരു വാക്യമാണ്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ലൈഫ് സ്റ്റൈല് ആയിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡ് ഉള്ളവർ, അവർ മാത്രമേ അവൻ്റെ വരവിങ്കൽ യേശുവിനോടൊപ്പം കാണപ്പെടുകയുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടിരുന്നു, ഓരോരുത്തരും അവരവരുടെ നിരയിലത്രേ. ഫസ്റ്റ് റാങ്ക് ക്രിസ്തു, പിന്നെ സെക്കൻഡ് റാങ്ക് ആരാണ്? പിന്നെ ക്രിസ്തുവിനുള്ളവർ ആണ് സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവർ. നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തുവിൽ മരിച്ചവരാണ് അത്. നമ്മളെ ആക്ച്വലി നമ്മുടെ ഈ സീരീസ് തന്നെ വിശ്വാസത്തിൽ മരിക്കുക എന്നുള്ളതാണ്. അത് ഈ മരിച്ചവർ എന്നുവെച്ചാൽ ഓൾറെഡി മരിച്ചു പോയവർ, നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ളവർ, അവരാണ് 2-ാം നിരയിൽ വരുന്നത്. പിന്നെ അവൻ്റെ വരവിങ്കൽ ബാക്കിയുള്ളവർ വരും. നമുക്കൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിയൻസ് 4:16-17. 1 തെസ്സലോനിയൻ 4:16-17 വാക്യങ്ങളെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതിനാണ് ഉൽപ്രാവണം എന്നൊക്കെ പറയുന്നത്. ആദ്യം മരിച്ചവർ, 2-ാമത്തെ റാങ്കിൽ മരിച്ചവർ, 3-ാമത് ജീവിച്ചിരിക്കുന്ന, കർത്താവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടി എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്നേരം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നല്ല, രഹസ്യത്തിൽ വരുന്ന ഒരു രഹസ്യവരവാണ്.
ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയാണ്. ഒരു രഹസ്യപരമാണ്. പിന്നെ അവസാനം അന്ന് അവൻ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഇവിടെ ഒരു ഉയർപ്പിൻ്റെ കാര്യം നമ്മളിപ്പം കണ്ടു. അവസാനത്തിന് മുമ്പ് ഉള്ളൊരു ഉയർപ്പിൻ്റെ കാര്യം കണ്ടു. എന്നാൽ യേശു മേഘപ്രത്യക്ഷതയിൽ വരുമ്പോൾ മാത്രമല്ല ഉയർപ്പുള്ളത്, യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലും ഉയർപ്പുണ്ട് എന്ന് നമ്മൾ മറന്നുപോയി. പുനരുത്ഥാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോഴും ചിന്തിക്കുന്നത്. അന്നേരം ഈ മഹത്വ പ്രത്യക്ഷതയിൽ ആരാണ് ഉയർക്കുന്നതെന്ന് ചോദിച്ചാൽ മഹോദ്രവ കാലത്തെ വിശുദ്ധന്മാർ ഉയർക്കും എന്നുള്ളതാണ്. അതാണ് അവരും കൂടിയാണ് ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവിങ്കൽ എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ളതല്ല, മഹത്വ പ്രത്യക്ഷതയിൽ ആരൊക്കെയാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ സഭ കാണും. സഭ എന്ന് പറയുന്ന ആരാണ്? കാന്ത സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ. നേരത്തെ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉള്ളവർ കാണും. അതുപോലെ അന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടുള്ളവർ രൂപാന്തരപ്പെട്ട് വരുന്നവരുണ്ടാവും. അതുപോലെ മഹോദരവ കാലത്തെ വിശുദ്ധന്മാർ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ സമയത്തെ ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സ്റ്റഡികളൊക്കെ ഇനിയും അടുത്ത ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ട്, നമ്മൾക്ക് പഠിക്കാം. 20-ാം അധ്യായത്തിലെ 1-ാം പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു അന്ന് മഹോദ്രവ കാലത്തുള്ള വിശുദ്ധന്മാർ ഉയർക്കുന്ന കാര്യമാണ്. പിന്നെ 20-4 മുദ്ര ഏൽക്കാത്തവരെല്ലാം ഉയർത്തു എന്ന് പറയുന്നുണ്ട്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിലെ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലെ മുദ്ര ഏൽക്കാത്തവരെല്ലാം ഉയർത്തു. ഇവ രണ്ടും ക്രിസ്തുവിനുള്ളവരാണ്. അത് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ 1000 ആണ്ടോളം ജീവിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മേഘപ്രത്യക്ഷത രഹസ്യവരവാണ്. അത് സഭയ്ക്ക് വേണ്ടിയാണ്. അതിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുണ്ട്, ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. അതിനുശേഷമാണ് 7 വർഷത്തെ മഹോദ്രവം. അതിന് ശേഷം 7 വർഷത്തെ മഹോദ്രവത്തിന് ശേഷം അവൻ അവസാനം പ്രത്യക്ഷനാകും. അവനെ ഒലിവുമലയിൽ നിൽക്കും എന്ന് പറയുന്നു. അത് രഹസ്യത്തിലല്ല, അവൻ മഹത്വത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഏത് കണ്ണും അവനെ കാണും. ആ മഹോദ്രവകാലം ഉടനീളം ദൈവവചനവും അതുപോലെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഛേദിക്കപ്പെട്ടവരെ, മൃഗത്തെയോ അവൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരെല്ലാവരും, കൊല്ലപ്പെട്ടവരെല്ലാവരും ഒരു കൂട്ടം ഉയർക്കും. അവരെ മഹോദ്രവകാല വിശുദ്ധന്മാരെന്ന് പറയും. ഈ 2 ഉയർപ്പും തമ്മിൽ 7 വർഷത്തെ വ്യത്യാസം ഉണ്ട്. യേശുവിനെ അറിയാത്തവരെവിടെ ഉണ്ടാവും? യേശുവിനെ അറിയാത്തവർ യാതന സ്ഥലത്ത് കാണും. സഹസ്രാബ്ദത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം അവർ ഉയർത്തെഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ന്യായവിധി ഉണ്ടാവും. പിന്നെ അവസാനം, അതാണ് പിന്നെ അവസാനം. അന്നേരം ഇതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞത് ഇത്രയും. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും. അന്നെന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തിൽ. അതിൽ ഈ അവസാനമുള്ള കാര്യം ഇത്രയും ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? 1, കർത്താവ് വരും, മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും, ജീവനുള്ളതെല്ലാം ട്രാൻസ്ഫോം ചെയ്യും. പിന്നീട് അവർ 7 വർഷം കഴിയുമ്പോൾ വീണ്ടും കർത്താവ് മഹത്വപ്രത്യക്ഷതയിൽ വരും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം ഉണ്ടാവും. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൽ ആൻറ്റിക്രൈസ്റ്റിൻ്റെ മുദ്ര ഏൽക്കാത്തവരും അതുപോലെ ദൈവവചന നിമിത്തവും യേശുവിൻ്റെ സാക്ഷ്യം മൂലം ഛേദിക്കപ്പെട്ടവരായിട്ടുള്ളവരും അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ആ പ്രതിമയെ നമസ്കരിക്കാത്തവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. അവരെല്ലാം തന്നെ യേശുവിനോടൊപ്പം ചേരും. ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയവരും എല്ലാം യാതനാസ്ഥലത്താണുള്ളത്. 1000 ആണ്ട് ഇവിടെ സഹസ്രാബ്ദ വാഴ്ച ഉണ്ടാവും. ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവൻ പിശാചിനെ എല്ലാം പിടിച്ച് എവിടെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അന്ന് അവസാനം ആ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോഴേ രാജ്യം പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാര്യം ആണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞത്. അതിനുശേഷം 26-ാം വാക്യത്തിൽ മരണം, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും എന്ന് പറയുന്നു. അതുകൊണ്ട് വാഴ്ച, അധികാരം, ശക്തി, ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. 1 വാഴ്ചയും അധികാരവും ശക്തിയും നീക്കം വരുത്തും. 4 രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. 5 മരണം നീങ്ങിപ്പോവും. ഇനി മരണം ഇല്ല.
അപ്പോഴങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഉള്ള ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഇനിയും നമ്മൾ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 35-ാം വാക്യം തൊട്ടാണ് ശരീരത്തെക്കുറിച്ച് പറയുന്നത്. അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തും, രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും, മരണം നീങ്ങിപ്പോകും. ഒന്ന് ക്ലിയർ ചെയ്യാം. വാഴ്ച എന്ന് പറഞ്ഞാൽ സാത്താന്യ അധികാരം, വ്യാപാരം എന്നുവെച്ചാൽ സാത്താന്യ ദുർഭൂത മണ്ഡലത്തിന് നീക്കം വരുന്നു. എഫേസ്യർ 6-ാം അധ്യായത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും. ആ വാഴ്ച, അതാണ് ഈ വാഴ്ച എന്ന് പറയുന്നത്. അധികാരം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തിലെ മൊണാർക്കി, ഹൈറാർക്കി, ഡെമോക്രസി, സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം, ജനാധിപത്യം, ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം തീരും. ശരിക്കും പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇന്ന് ലോകത്തിലുള്ളത്. ആ ഡെമോക്രാറ്റിക് സിറ്റുവേഷനൊക്കെ മാറിയിട്ട് ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം വരുമ്പോഴേ വീണ്ടും ഒരു സ്വേച്ഛാധിപതിയായിട്ട് ആൻറ്റി ക്രൈസ്റ്റ് ഭരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഭരണ സംവിധാനത്തെ എല്ലാം അടിച്ച് മാറ്റും. ഡാനിയൽ പ്രവചനം 2:35-45 ഒക്കെ പറയുന്ന പോലെ ആ ബിംബത്തിൻ്റെ കാലിൽ വന്ന് അടിച്ചിട്ട് അത് പൊടിയായി പോകുന്ന പോലെ ആ ഭരണ സംവിധാനത്തെ എല്ലാം അടിച്ച് കളഞ്ഞ് ദൈവത്തിൻ്റെ രാജ്യം വളരുന്ന ഒരു വളർച്ച. മൂന്നാമത് ശക്തി നീങ്ങിപ്പോകും. പ്രപഞ്ച ശക്തിയാണ് നീങ്ങിപ്പോകുന്നത്. സൂര്യനും ചന്ദ്രനും ഒന്നും പിന്നെ ഇല്ല. നഗരത്തെ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രൻ്റെയും ആവശ്യമില്ല. സമുദ്രം അവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്വർഗത്തിൻ്റെ അനുഭവമാണ്. ഇതെല്ലാം അവിടുന്ന് നീങ്ങിപ്പോകുന്ന ഒരു കാര്യം. അവസാനമായിട്ട് മരണവും നീങ്ങിപ്പോകും. മരണത്തെയും നീങ്ങും. മരണമില്ല അവിടെ, പിന്നെ മരണമില്ല. അങ്ങനൊരു സ്റ്റേജിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അവിടെ ആണ് നമ്മൾക്ക് പുനരുത്ഥാനം വരുന്ന, ഉയർപ്പ് വരുന്ന, മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏത് വിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ സമയം തീർന്നുകൊണ്ട് നമുക്ക് നാളെ ചിന്തിക്കാം. തീർച്ചയായും നിങ്ങളിത് കേൾക്കണം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഏത് രീതിയിലാണ് ഉൽപ്രാവണം നടക്കുന്നത്, നമ്മൾ കർത്താവിനോട് ചേരപ്പെടുന്നതും അതുപോലെ പിന്നീട് യേശുക്രിസ്തു മഹത്വപ്രത്യക്ഷയിൽ വരുന്നതും അവിടുത്തെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണവും അതിനുശേഷം ലോകത്തെ പുനഃസ്ഥാപിച്ച് സ്വർഗീയമായിട്ടുള്ള പുനഃസ്ഥാപനം നടക്കുന്നതും കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. തീർച്ചയായും ഇത് നമുക്കൊരു അറിവിനേക്കാൾ ഉപരിയായിട്ട് ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളൊരു ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഇത് പറയുന്നത് കേൾക്കുന്നതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇതിനകത്ത് ഞാനും ഉണ്ടാവും, കർത്താവിന് വരുമ്പോൾ ഞാനും ഉണ്ടാവും എന്നുള്ള ചിന്ത വരണം. അതാണ് ഏറ്റവും ആവശ്യം. കർത്താവ് ഈ ലോകത്തിൽ രഹസ്യപ്രത്യക്ഷത വരുമ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. കാഹളനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ഗംഭീര സ്വരം, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഓരോന്ന് സിഗ്നിഫൈ ചെയ്യുന്നതാണ്. നമ്മളിനി ഉൽപ്രാവണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അതിനെ കൂടുതൽ ഡീറ്റെയിലായി നമ്മൾ പഠിക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ വിളക്കിൽ എണ്ണയുള്ള കന്യകമാരെ പോലെ അവനെ കാത്തിരിക്കുന്നവരാണോ ഞാനെന്ന് നമ്മളെ ചിന്തിക്കണം. എല്ലാ സമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം കർത്താവ് ഏത് സമയത്തും വരാം. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി പ്രിപ്പയർഡായിരിക്കണം. പ്രത്യേകിച്ച് നേരത്തെ മരിച്ചുപോയ വൃതന്മാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അവർ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവർക്കൊരു ട്രാൻസ്ഫോം ബോഡി ദൈവം കൊടുത്തോളൂ. അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങി പ്രിപ്പയർഡായിരുന്നില്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൈവിടപ്പെട്ടു പോകരുത് എന്നുള്ളൊരു ചിന്ത എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. കാരണം കൈവിടപ്പെട്ടു പോയ വലിയൊരു കൂട്ടം ആൻറ്റിക്രൈസ്റ്റ് ഭരണത്തിൽ കൂടി കടന്നു പോയതായിട്ട് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. നമ്മളത് പഠിക്കും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കും. കൈവിടപ്പെട്ടു പോയ വലിയൊരു ജനമുണ്ട്. അവർ കർത്താവിനെ അറിയാവുന്നവരായിരുന്നു, എന്നാൽ കൈവിടപ്പെട്ടു പോയി. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ആകരുത്. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം, ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമുണ്ട്. ഈ കാഹളനാദം എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് നമ്മൾ അത്രയും സെൻസിറ്റീവായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല.
ദൈവത്തിൻ്റെ കാഹളം കേൾക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ആ സെൻസിറ്റീവ്നെസ് കൊണ്ടേ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ. കാരണം കപ്പലിൻ്റെ അടിയിൽ, കടലിൻ്റെ അടിയിലുള്ളവരുണ്ടാവും, പിന്നെ റൂമിനകത്ത് സൗണ്ട് പ്രൂഫായിട്ടുള്ള റൂമിലിരിക്കുന്നവർ കാണും. അവർക്കൊന്നും അത് കേൾക്കാൻ പറ്റത്തില്ലല്ലോ, സൗണ്ടൊന്നും കേൾക്കത്തില്ലല്ലോ. വലിയ തിരക്കിൻ്റെ ഇടയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സൗണ്ട് വന്നാൽ ആർക്കാ കേൾക്കാൻ പറ്റുന്നത്, തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കേൾക്കുന്ന ഒരു സൗണ്ടല്ല കാഹളനാദം എന്ന് പറയുന്നത്. ദൈവം ഒരു കേൾക്കുന്ന സൗണ്ടല്ല, അത് കേൾക്കുമ്പോൾ ഞാനങ്ങ് രൂപാന്തരപ്പെട്ടു, അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് സെൻസിറ്റീവ് ആയിരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞ്, അതാണ് പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമുക്ക് തന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞ് അപ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമ്മൾ വേറൊരു സമയത്ത് തന്നെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നമ്മളെ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മൾ ആകുല ചിന്തകളിലെ, ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നമ്മുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിനെ കാത്തിരിക്കുന്നവരായിരിക്കാനായിട്ട് നമുക്ക് ഇടവരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വീണ്ടും വിനയപ്പെടുത്താനായിട്ടാണ്. ഒരിക്കലും കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ, കർത്താവിൽ നമ്മളെ തന്നെ പുനഃസമർപ്പിക്കാനായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമായ കർത്താവേ, ഞങ്ങളതിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ എന്ന് ചിന്തിച്ച്, പുനരുത്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഓരോ നിരയിലാകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. കർത്താവ് അത് ചെയ്യുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ നാളുകളിൽ നീ വരികയാണെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് തന്നെ രൂപാന്തരം പ്രാപിച്ച് നിന്നോടൊപ്പം ആയിരിക്കാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവെ, ആ പൈശാചികൻ്റെ കർത്താവെ റൂളിൽ കൂടി ഞങ്ങൾ കടന്നു പോകേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിലുള്ള പ്രയാസങ്ങൾ വലുതാവുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആർക്കും സഹിച്ചുകൂടാൻ വയ്യാത്ത കഷ്ടതയും പ്രയാസങ്ങളാണ് ആ സമയത്ത് വരുന്നത്. അതുകൊണ്ട് അതിലൊന്നും അകപ്പെടാതിരിക്കാൻ കർത്താവെ, ഞങ്ങളുടെ മനസ്സ് പുതുക്കി ഞങ്ങൾ ദിനം പ്രതി രൂപാന്തരപ്പെട്ട് നിൻ്റെ ആ സെൻസിറ്റീവ്നെസ്, നിൻ്റെ പരിശുദ്ധാത്മാവിനെ കെടുത്തു കളയാതെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആ സെൻസിറ്റീവ്നെസ്സിൽ ജീവിക്കാനായി കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, മുറുകെ പറ്റുന്ന പാപങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഏതെങ്കിലും ബൈൻഡിങ് പിശാച് കൊണ്ടിട്ടുണ്ടെങ്കിൽ, പിശാചിന് ക്ലെയിം ചെയ്യാനായിട്ട് എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങളത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പൈശാചി ശക്തികളെ ബ്രേക്ക് ചെയ്യുന്നു. ആ മുറുകെ പറ്റുന്ന പാപം വിട്ടു മാറുവാനായിട്ട്. സിൻ ഷാൽ നോട്ട് ഹാവ് എ ഡൊമിനിയൻ ഓവർ യു. നീ ഒരിക്കലും പാപങ്ങൾ നിൻ്റെ മേൽ അധികാരം വരരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ വലിയ റിലീസ് ഈ ദിവസങ്ങളിൽ കർത്താവെ പ്രിയ കേൾവിക്കാർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശ്രോതാക്കൾ കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ശ്രദ്ധിക്കുന്നവരെ ആ രീതിയിൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കർത്താവെ ഈ ദിവസങ്ങൾ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് വീണ്ടും റീവൈൻഡ് ചെയ്ത് ആ നോട്ട്സ് എടുത്തെടുത്ത് ചെയ്യണം. ഇത് ബൈബിളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പലതായിട്ടുള്ള ചിന്തകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ചിന്തകളെക്കുറിച്ച് പറയും. തൽക്കാലം ഇത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.